ലോകാസമസ്ത സുഖിനെ പോകുന്നു. 9% വിജയിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം വീഡിയോയിൽ പറയാൻ പോകുന്നത്. പഞ്ചിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും EV എടുക്കുമ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊരു കാര്യം എടുത്താലും ഒരു ഗുണം ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഒരു ദോഷം ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും എല്ലാത്തിലും ഗുണം മാത്രം കിട്ടില്ല. നിങ്ങൾ പെട്രോൾ വണ്ടി എടുക്കുകയാണെങ്കിലും പെട്രോൾ വണ്ടിക്ക് വില കുറവായിരിക്കും. കാര്യങ്ങളുണ്ട്, പെട്രോളിന് നമ്മൾ ചാർജ് ചെയ്യണം. EV ആകുമ്പോൾ വില കുറച്ച് കൂടുതലാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഞാൻ നോക്കിയോടെ കൊണ്ട് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് എങ്ങനെയാവുമെന്ന് അറിയില്ല, മനസ്സിലായോ? പിന്നെ വേറെ ഒരു ഉദാഹരണം പറയാം. iPhone 40 വരെ ഇറങ്ങായിരുന്നു. അത് പറഞ്ഞിട്ട് ഇപ്പോൾ iPhone 15, 16, 17 നമ്മൾ വാങ്ങാണ്ടിരിക്കുന്നത്. മേ ബി നമ്മൾ 15 വാങ്ങിയ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ 17, 18 ഒക്കെ വന്നു കഴിഞ്ഞു. എന്നാലും നമുക്ക് iPhone ഉപയോഗിക്കുമ്പോൾ ഒരു സുഖം കിട്ടില്ല. അതുപോലെ തന്നെയാണ് EV. ഇപ്പോൾ എന്ത് അപ്ഡേഷൻ വന്നാലും നമ്മൾ ഉപയോഗിക്കുന്ന സാധനം നമ്മൾ വാങ്ങിച്ചാൽ ഉപയോഗിക്കുക, വേറെ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണു. ദൈവത്തിനറിയാം. പിന്നെ ഞാൻ ഈ വണ്ടി എടുക്കുമ്പോൾ കൂടി ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് ചെറിയൊരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ നമ്മുടെ അണ്ടർബോർഡ് കോട്ടിങ് അത് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഴയാണ്, കേരളമാണ്, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റാഫിന്റെ ഒരു ചെറിയൊരു മറവ് കാരണം അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾ ആര് വണ്ടി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് പുറമേ ഉള്ള എന്ത് ആക്സസറി ചെയ്താലും നമുക്കത് കാണാൻ പറ്റും. ഇതേപോലെ അണ്ടർബോഡി കോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം, കൺഫേം ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി എടുക്കുന്നത്. അത് EVന്റെ എന്നല്ല, ഏത് വണ്ടിയാണെങ്കിലും, മനസ്സിലായോ? ഇതിന് ഡ്രൈവർമാർക്ക് ഇത് ഓടിക്കുമ്പോൾ ഇതിന്റെ സുഖവും അതുപോലെ തന്നെ ഇതിന്റെ ഉപയോഗത്തിന്റെ ഒരു ഗുണവും. വീട്ടിൽ സോളാർ ഉണ്ടെങ്കിൽ വളരെ സൂപ്പർ ആയിരിക്കും. ഇത് നമുക്ക് എന്താ പറയുക, ഒരു രൂപ ചെലവില്ല, ഓടിക്കാനുള്ള സുഖം. ഈ നമുക്ക് ചുറ്റുമുള്ളവർക്ക് മാത്രം ഉറപ്പ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ അങ്ങനെ ആവാൻ പറ്റില്ല. കുറേ പറയാം, നെഗറ്റീവ് കുറേ പറയും. നമുക്ക് കുറച്ച് ഇപ്പം അങ്ങനെ മേബി ആവുമായിരിക്കും, എനിക്കറിയില്ല. നെഗറ്റീവ് ആണോ ഉപദേശമാണോ എന്ന് അറിയില്ല. പക്ഷെ ആരായിട്ട് ചോദിച്ചാലും കുറേ ഇങ്ങനെ കേൾക്കാറ്. ഞാൻ പിന്നെ രണ്ടും കൽപ്പിച്ചെടുത്തു, മനസ്സിലായി. ഇത് ഓടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഏത് EV ഉപയോഗിച്ച ആൾക്കാരോട് ചോദിക്കുമ്പോൾ ആരും ഇതിന് കുറ്റം പറയുന്നില്ല. EV ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയുമെന്ന് അറിയില്ല. പക്ഷെ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് എന്താ റീസൺ അറിയില്ല. ഉപയോഗിച്ചവരാരും എൻ്റെ കുറ്റം പറഞ്ഞിട്ടില്ല. ഞാൻ എത്ര കാലമായി ചോദിക്കുന്നു, ഇത്ര കാലമായി അത് ചെയ്യുന്നത് എല്ലാവരും സൂപ്പർ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, മലയാളത്തിൽ പറഞ്ഞ പോലെ അധമ വായു പോലെയാണ്. അതങ്ങോട്ട് പുറത്തുപോയ ആൾക്ക് നല്ല സുഖവും ചുറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും പോലെയാണ്. അതാണ്. അപ്പം നിങ്ങൾ ജീവിതത്തിൽ ഒരു കാര്യം മറക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എല്ലാ സുഖവും കൂടി നിങ്ങൾക്ക് കിട്ടില്ല. അപ്പം നമുക്ക് എന്താ ചന്തമുള്ള ഭാര്യ കിട്ടുകയും വേണം, നാട്ടുകാരോട്ട് നോക്കാനും പാടില്ല പറഞ്ഞ് പറ്റില്ല. ഒന്നില്ലേ ചന്തമുള്ള ഭാര്യ, ഇല്ല അവർ നാട്ടുകാർ നോക്കുന്നത് സഹിക്കുക. ഏതെങ്കിലും ഒന്ന് സഹിച്ചാൽ നമുക്ക് ജീവിതത്തിൽ സൂപ്പറായി നടക്കാൻ പറ്റും, മനസ്സിലായോ? പിന്നെ ഇതിന്റെ മെയിൻ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, സ്വന്തക്കാരെ നമ്മളെ EV കാറിന്റെ മെയിൻ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും ബെസ്റ്റ് EV ആണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും തെറ്റിദ്ധരിക്കരുത്. നമ്മളിപ്പോൾ സാധാ വണ്ടിയിൽ നമ്മൾ ഏതെങ്കിലും കസിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണെന്ന് വെച്ചോ, നമ്മൾ തന്നെ ആലോചിക്കും, 1000, 2000 അടിച്ച് അത്ര ദൂരെ പോകേണ്ടതെന്നൊക്കെ ആലോചിക്കും പെട്രോൾ. ഇതാകുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനില്ല. എല്ലാ വീട്ടിലേക്കും ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒരു കസിൻ്റെ വീട്ടിൽ പോകാൻ പോകുന്നു. ഏത് വീട്ടിലേക്കും നമുക്ക് എപ്പോൾ തോന്നിയാലും വണ്ടി എടുത്ത് വിടാം. പെട്രോളിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെ ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും ബെസ്റ്റ് വണ്ടി EV ആണ്. അതുകൂടി നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മളൊരു 2 വർഷം 3 വർഷം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നമ്മളെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. അതിനുവേണ്ടി നിങ്ങൾ എന്താ പറയുക, നമ്മളത് ചാനലൊന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഓക്കെയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ജെന്യൂനാണ് തോന്നിയെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ആരെയും നമ്മൾ നിർബന്ധിക്കില്ല. ഇതെൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ചെറിയ കംപ്ലയിൻസ് ഒക്കെ ഉണ്ട്. നമുക്കെപ്പോഴും ആൻസൈറ്റി ഉണ്ടാവും. ചാർജിങ് കറക്റ്റ് ആയിരിക്കുമോ, ഇതൊക്കെയായിരുന്നു. ചാർജിങ്ങിൻ്റെ ഇതിനൊന്നും ഇപ്പോൾ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. തമിഴ്നാടാണ് ഏറ്റവും കുറവ് ചാർജ് സ്റ്റേഷനൊക്കെ ഉള്ളതെന്ന് പറയുന്നത് കേട്ടു, കേരളത്തെക്കാളും. പക്ഷേ എനിക്ക് അവിടെ പോയപ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ബാക്കിയൊക്കെ വരുന്നോട് വെച്ച് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊതുവായി പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് EVനെ കുറിച്ച് ഇനിയും അപ്ഡേഷൻ തരാം. ഇതിപ്പോൾ എൻ്റെ പൊതു അഭിപ്രായം, ആൾക്കാർ പറയുന്ന ചോദ്യത്തിനുള്ള ഒരു മറുപടിയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി മോർ അപ്ഡേഷൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലൊന്ന് ഫോളോ ചെയ്ത് നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.